എല്ലാവരും ഓണത്തിൻ്റെ സദ്യ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. ഈ ഒരു വിഭവം 2 ദിവസം മുമ്പേ തയ്യാറാക്കി നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. തേങ്ങ ഒന്നും ചേരാത്തതുകൊണ്ട് കേടായി പോകത്തുമില്ല. ആ കടുകിൻ്റെയും ഇഞ്ചിയുടെയും ഒക്കെ ഫ്ലേവർ ആ തൈരുമായിട്ട് യോജിച്ച് അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ആകുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വഞ്ചനാട് കിച്ചൻ. ഐ ആം ഷെഫ് പിനോജ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഓണസദ്യക്കും സദ്യക്കും ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിപ്പച്ചടിയാണ്. ഇഞ്ചിപ്പച്ചടി എങ്ങനെ തയ്യാറാക്കാൻ പോകുമ്പോൾ നോക്കാം. വളരെ എളുപ്പത്തിൽ വളരെ രുചിയോടുകൂടി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇഞ്ചിപ്പച്ചടി. അതിനുവേണ്ടി ഞാൻ 50 ഗ്രാം ഇഞ്ചിയും 5 വറ്റലമുളകും 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും 5 കുഞ്ഞുള്ളിയും 1/2 ടീസ്പൂൺ കടുകും 1/2 കപ്പ് തൈരും ഞാൻ എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന അസാധ്യ രുചിയുള്ളൊരു ഡിഷാണിത്. 2 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിൻ്റെ താല്പര്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇഞ്ചിയും പച്ചമുളകും കുഞ്ഞുള്ളിയും ഒക്കെ നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം. പച്ചടിക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം. പാൻ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായാലുടൻ എടുത്തു വെച്ചിരിക്കുന്ന കടുകിൻ്റെ ഹാഫ്, അതായത് 1/2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ നമ്മൾ ആദ്യം കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ പൊടിച്ച് ചതച്ചാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. കടുകൊന്ന് പൊട്ടിയാലുടൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇഞ്ചിയും കുഞ്ഞുള്ളിയും ഒക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റലമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. വറ്റലമുളക് നടുവേ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ തണ്ടും നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് സോട്ട് ചെയ്യാൻ. ഒരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കണം. ഇഞ്ചിയും കുഞ്ഞുള്ളിയും ഒക്കെ ഒന്ന് കളർ മാറി വരുന്ന ടൈമിൽ നമുക്ക് ബാക്കി വന്നിരിക്കുന്ന കടുക് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇഞ്ചിയും കുഞ്ഞുള്ളിയൊക്കെ നല്ല കരികരാന്ന് ഫ്രൈ ആയിട്ട് വരണം. അതിന് ശേഷമാണ് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കടുകും ചേർത്ത് കൊടുക്കുന്നത്. പച്ചക്കടുക് പൊടിച്ച് ചേർക്കുന്നത് പച്ചടിക്ക് നല്ലൊരു ടേസ്റ്റ് തരും. ഞങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ, ഞാൻ തിരുവല്ലക്കാരനാണ്, നമ്മളുടെയൊക്കെ സൈഡിൽ പച്ചടി ഉണ്ടാക്കുമ്പോൾ കടുക് ഇങ്ങനെ പൊടിച്ച് ചേർക്കാറുണ്ട്. കടുക് പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊടിച്ചത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് സോത്തയായിട്ട് വന്നിട്ടുണ്ട്, നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്ന തൈരൂടെ ചേർത്ത് കൊടുക്കാം. തൈര് നമുക്ക് ഒരു ഫോർക്ക് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. കട്ടയില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതാ തൈരും റെഡി ആയിട്ടുണ്ട്. തൈരൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പാനിന് ഇപ്പോഴും നല്ല ചൂടുണ്ട്, അതാണ് ഞാൻ തീ ഓഫ് ചെയ്തിരിക്കുന്നത്. ഈ പാനിൻ്റെ ചൂട് കൊണ്ട് തൈരൊന്ന് റെഡിയായി കിട്ടും. സോത്ത ചെയ്തിരിക്കുന്ന ഇഞ്ചിയും കുഞ്ഞുള്ളിയും വറ്റലമുളകും എല്ലാം കൂടെ തൈരിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിപ്പച്ചടി റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇത് ഏകദേശം 10 പേർക്ക് ഈസി ആയിട്ട് കഴിക്കാവുന്നതാണ്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം പച്ചടി ഇരിക്കാൻ. ഇലയിൽ ഒഴിച്ചാൽ ഒഴുകിപ്പോകാതെ ഒഴിക്കുന്നിടത്ത് തന്നെ നിൽക്കുന്ന രീതിയിൽ ഒരു തൊടുകറിയാണല്ലോ ഇത്. എല്ലാവരും ഓണത്തിൻ്റെ സദ്യ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. ഈ ഒരു വിഭവം 2 ദിവസം മുമ്പേ തയ്യാറാക്കി നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. തേങ്ങ ഒന്നും ചേരാത്തതുകൊണ്ട് കേടായി പോകത്തുമില്ല. ഉണ്ടാക്കി ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഇത് കഴിക്കാൻ നല്ലത്. ആ കടുകിൻ്റെയും ഇഞ്ചിയുടെയും ഒക്കെ ഫ്ലേവർ ആ തൈരുമായിട്ട് യോജിച്ച് അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ആകുന്നത്. ഈ ഒരു ഡിഷ് നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് തയ്യാറാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് കമൻറ്റുകളൊക്കെ അയക്കണം. ഈ ഇഞ്ചിപ്പച്ചടിയുടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം കിടിലൻ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഹാപ്പി ഓണം.